പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 24 സങ്കീർത്തനം 6 വാക്യം. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറകൾ ഇതാകുന്നു. നീതിമാന്മാർ ദൈവത്തെ അന്വേഷിക്കും. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുക മാത്രമല്ല, അതിൽ തുടരും. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവത്തോടു കൂടെ ആയിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവർ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മുടെ തലമുറകളെ നോക്കിയിട്ട് പറയണം, ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ തലമുറ. ലോകത്തിൽ അനേകർ പട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറകൾ മാനിക്കപ്പെടും. പ്രിയരെ, നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ ഇടയാകണം. 27 സങ്കീർത്തനം 8 വാക്യത്തിൽ ഹല്ലേലൂയ തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്നൊരു കൽപ്പന ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടു. ദൈവത്തിൽ നിന്ന് കേൾക്കുക മാത്രമല്ല, ഞാൻ അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. യഹോവയെയും അവൻ്റെ ബലത്തെയും ഹല്ലേലൂയ തിരയുമ്പോൾ, അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കുമ്പോൾ ദൈവം ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നൽകുമെന്ന് 105 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയായി തീരാൻ, അങ്ങനെ ഒരു സാക്ഷ്യം ലഭിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി ലോകം പറയട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ വീടായത്, ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ കുടുംബമായത്, ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ തലമുറ ഇതാകുന്നു എന്ന് പറയാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് നമ്മെ തന്നെ ഒന്ന് ക്രമപ്പെടുത്താം. കർത്താവിൻ്റെ വചനത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്താം, ഒന്ന് ക്രമപ്പെടുത്താം. കർത്താവ് അതിനുവേണ്ടി നമ്മെ സഹായിക്കുമാറാകട്ടെ. 24 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ ഇതാ 4 കാര്യങ്ങൾ, ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ 4 കാര്യങ്ങൾ, 4 ഗുണങ്ങൾ അവിടെ പറയുന്നു. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ. 4 കാര്യങ്ങൾ കർത്താവ് ഇവിടെ എഴുതിയിരിക്കുന്നു. 1 അവൻ്റെ കൈയുടെ പ്രവൃത്തി, 2 അവൻ്റെ ഹൃദയം, 3 അവൻ്റെ മനസ്സ്, 4 അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. പ്രിയരെ, ഹല്ലേലൂയ നമ്മുടെ കൈ വെടിപ്പുള്ള കൈയായിത്തീരണം. പലപ്പോഴും ലോകത്തിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ തെറ്റിലൂടെ ഹല്ലേലൂയ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലൂടെ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ കൈകളെ കഴുകുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. ഇയ്യോബിൻ്റെ പുസ്തകം 17 അധ്യായം 9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീതിമാനോ തൻ്റെ വഴിയെ തുടർന്ന് നടക്കും. ഹല്ലേലൂയ. കൈ വെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. കൈക്ക് വെടിപ്പുണ്ടെങ്കിൽ, കൈ ബലത്തോടെ ഇരിക്കുമെങ്കിൽ അവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. പ്രിയരെ, നാം മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കൈ വെടിപ്പുള്ളതായിരിക്കണം, നമ്മുടെ കൈ വൃത്തിയുള്ളതായിരിക്കണം, നമ്മുടെ കൈ ഹല്ലേലൂയ വിശുദ്ധമായ കൈ ആയിരിക്കണം. കാരണം കർത്താവിൻ്റെ കൈ നമ്മുടെ കൈമേൽ വെക്കണമെങ്കിൽ, നമ്മുടെ കൈയുടെ കൂടെ കർത്താവിൻ്റെ കരം ചലിക്കണമെങ്കിൽ നമ്മുടെ കൈയുടെ അശുദ്ധികളെ നാം വിട്ടുകളയണം. പ്രിയരെ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് ഏറ്റുപറയുമ്പോൾ അവൻ നമ്മെ കഴുകും, നമ്മുടെ കൈയെ വെടിപ്പുള്ളതാക്കി മാറ്റും. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാവിലെ നമ്മുടെ കരങ്ങളുടെ പ്രവർത്തികളെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവേ, എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ അകൃത്യങ്ങളുണ്ടെങ്കിൽ അങ്ങയുടെ രക്തത്താൽ ഒന്ന് കഴുകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? വെടിപ്പുള്ള കൈയുള്ളവനെ തമ്പുരാൻ മാനിക്കും. അവനെ നോക്കിക്കൊണ്ട് സ്വർഗം പറയും, ഇതാ ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ഇതാ ദൈവത്തെ അന്വേഷിക്കുന്നവൻ. ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ തലമുറകൾ ഇതാ എന്ന് പറയത്തക്ക രീതിയിൽ ഇടയായിത്തരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൈ വിശുദ്ധമായ കൈയാ, കർത്താവിൻ്റെ കൈ വീര്യം പ്രവർത്തിക്കുന്ന കൈയാ, കർത്താവിൻ്റെ കൈ നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന കരമാ. പ്രിയരെ, ഇന്ന് രാവിലെ സമയത്തും നമ്മുടെ കരത്തിൻ്റെ കൂടെ ആ കര ഒന്ന് ചലിക്കണമെങ്കിൽ, ഹല്ലേലൂയ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മോശ കൈ നീട്ടിയപ്പോൾ മോശയുടെ കൈയുടെ കൂടെ യഹോവയുടെ കൈയാ ചെന്നത്, അങ്ങനെ ചെങ്കടൽ പിളർന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 4:30 പറയുന്നു: നാം കരം നീട്ടുമ്പോൾ അവൻ്റെ പരിശുദ്ധദാസന യേശുവിൻ്റെ കരമാണ് നീട്ടപ്പെടുന്നത്. അതുകൊണ്ട് നാം കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നതിൻ്റെ കാര്യം, നാം കൈവെക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ പകർച്ച നടക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ ഗുണം കൊണ്ടല്ല, അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. അങ്ങനെയെങ്കിൽ
ദൈവകരത്തിന് നമ്മുടെ കരത്തിൻ്റെ കൂടെ ചലിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അശുദ്ധികളെയും ഇന്ന് പകൽക്കാലം ക്രൂശിൽ അടിയറ വെക്കാം. ക്രൂശിലെ രക്തത്താൽ കഴുകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൈ വെടിപ്പുള്ള കൈയായി തീരട്ടെ. തിരുവചനത്തിൽ രണ്ടാമത് പറയുന്നു നിർമ്മല ഹൃദയം. പ്രിയരെ, നമ്മുടെ കൈ മാത്രമല്ല, നമ്മുടെ ഹൃദയം വെടിപ്പുള്ളതായി തീരണം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, കർത്താവേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിർമ്മലമായൊരു ഹൃദയം കർത്താവ് നമുക്ക് തരുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് വ്യാജത്തിന് പുറകെ പോകരുത്. നമ്മുടെ മനസ്സ് പലപ്പോഴും ഹല്ലേലൂയ വെറുതെ ഇരിക്കുന്ന മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുര എന്ന് പറയാറുണ്ട്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ ഹല്ലേലൂയ കർത്താവിനെ കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ വായിക്കുന്നത്, മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം. ഇന്ന് പകൽക്കാലം നമ്മുടെ മനസ്സ് പുതുക്കി തമ്പുരാന് വേണ്ടി ഹല്ലേലൂയ സമർപ്പിക്കാം. തമ്പുരാനെക്കുറിച്ച് ചിന്തിക്കാം. സ്വർഗത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താം. പ്രിയരെ, ഇത് നാലാമതായി പറയുന്നു, കള്ളസത്യം ചെയ്യാതെ ഇരിക്കണമേ. നമ്മുടെ വാ തുറക്കുമ്പോൾ നല്ല വാക്കുകൾ പറയാൻ, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്ക് പറയാൻ, ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. 4 കാര്യങ്ങൾ ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു. 1 വെടിപ്പുള്ള കൈ, 2 നിർമ്മല ഹൃദയം, 3 നല്ല മനസ്സ്, 4 ഹല്ലേലൂയ കള്ളസത്യം ചെയ്യാത്ത നല്ല നാവ്. ഇത് കണ്ട് ലോകം പറയട്ടെ, ഇത് കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.